കാലവർഷം എത്തിയതോടെ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാവുകയാണ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സാന്ത്വന സാജു ഉണ്ട്. മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനായി. സാന്ത്വന, ഇന്നലെ തന്നെ കാലവർഷം കേരളത്തിലെത്തിയിരുന്നു. അതിശക്തമായ ഒരു കാലവർഷം പ്രതീക്ഷിക്കുന്ന വർഷം കൂടിയാണ്. പ്രത്യേകിച്ച് 2 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പൊതുവെ ഒരു മഴയ്ക്കുള്ള സാധ്യത തന്നെയാണോ രാവിലെ മുതൽ? ഒപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതടക്കമുള്ള നടപടികളൊക്കെ ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? ജിൽസി, ഇന്നലെയാണ് സംസ്ഥാനത്ത് ഔദ്യോഗികമായി കാലവർഷം എത്തി എന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിന് പിന്നാലെ മഴ ശക്തമാകാൻ തന്നെയാണ് സാധ്യത. അതുതന്നെയാണ് മുന്നറിയിപ്പുകളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചുള്ള 12 ജില്ലകളിലും ഇന്ന് യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഈ ജില്ലകളിലൊക്കെ തന്നെയും വരും മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ മുന്നറിയിപ്പുകൾ യെല്ലോ മുന്നറിയിപ്പാണ് എങ്കിൽ പോലും പലയിടത്തും ഒറ്റപ്പെട്ട ശക്തമായ മഴയും ഒക്കെ തന്നെയും പെയ്യുന്നുണ്ട്. അപ്പോൾ വരും മണിക്കൂറിലും മഴയുടെ ഒരു മണിക്കൂറുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് കാലവർഷം കൂടി ഒരു എത്തിയ സാഹചര്യത്തിൽ മഴയുടെ ദിവസങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സാധാരണ കാലവർഷം എത്തിയതിന് ശേഷമാണ് മഴ ഉണ്ടാകാറുള്ളത്. വേനൽ മഴ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടി പെയ്യുന്ന ചെറിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് നമ്മൾ സാധാരണമായി വേനൽ മഴ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തവണത്തെ ഒരു സ്ഥിതി കുറച്ച് വ്യത്യസ്തമായിരുന്നു. കാരണം കാലവർഷം ഇന്നലെ എത്തുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ടൊരു മഴ നാശം വിതച്ച ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം മാത്രമല്ല തെക്കൻ ജില്ലകളും മധ്യ കേരളത്തിലും ഒക്കെ മഴ നാശം വിതച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വീടുകൾ ഇടിഞ്ഞു പോകുകയും അതുപോലെ തന്നെ വളരെ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടാകുകയും ഒക്കെ ചെയ്ത ഒരിടത്തേക്കാണ് ഇത്തവണ കാലവർഷം എത്തിയത് എന്നുള്ളത് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കാലവർഷം എത്തുക എന്ന് പറഞ്ഞാൽ വീണ്ടും മഴയുടെ ദിവസങ്ങളിലേക്ക് തന്നെ, അത് ശക്തമായ മഴയുടെ ദിവസങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. നിലവിലിപ്പോൾ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ തന്നെ അറബിക്കടലിൽ തെക്കൻ കേരളത്തിന് തീരത്തായി ഒരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവയുടെയൊക്കെ സ്വാധീനം ഫലമായിട്ടാണ് നിലവിലിപ്പോൾ മഴ ലഭിക്കുന്നത്. ജൂൺ 3 വരെ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. അത് മാത്രമല്ല, ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഈ വർഷം 6% അധികം മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തെക്കൻ ഇന്ത്യയിൽ അതുപോലെ തന്നെ മധ്യ ഇന്ത്യയിലും അധികമായി മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6% അധികം മഴ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണയെക്കാട്ടിലും മഴ കൂടുതൽ ലഭിക്കുന്ന ഒരു വർഷമാണ് എന്ന് ആദ്യം തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, നമുക്ക് ഈ വേനൽ മഴ തന്നെ അതിശക്തമായി ലഭിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ജിൽസി നിലവിലുള്ളത്. ഇതൊക്കെ തന്നെയും ഈ കണക്കുകളൊക്കെ തന്നെയും കുറച്ചാണെങ്കിലും കേരളത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇന്നലെ കേരളത്തിൽ കാലവർഷം തുടർന്നുള്ള സാന്ത്വന ജിൽസി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കാലവർഷം കേരളത്തിൽ എത്തിയത് ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ കാര്യമാണെന്ന് പറയാം. കാരണം നിലവിൽ ഈ നമ്മുടെ കേരളത്തിൽ എത്തിയിരിക്കുന്ന ഈ കാലവർഷം 15-ാം തീയതിയോടുകൂടി വടക്കോട്ട് സഞ്ചരിച്ച ഉത്തരേന്ത്യയിലൊക്കെ തന്നെയും കാലവർഷം എത്താനാണ് സാധ്യത. അപ്പോൾ നമുക്കറിയുന്നത് പോലെ ഈ ഉത്തരേന്ത്യയിലൊക്കെ വളരെ വലിയ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും ഒരു ചൂടാണുള്ളത്. അപ്പം നേരത്തെയാണ് ഇത്തവണ കേരളത്തിൽ കാലവർഷം എത്തിയിരിക്കുന്നത്. സാധാരണ ഒരു ജൂൺ 1-2 തീയതികളിലൊക്കെയാണ് എത്തുന്നത്. ഇത്തവണ ഒരു 2 ദിവസം മുൻപേ കാലവർഷം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉത്തരേന്ത്യയിലേക്ക് കാലവർഷം എത്തുന്നതും നേരത്തെയാകുമെന്നുള്ളത് ആശ്വാസകരമാണ്. കാരണം എത്ര നേരത്തെ മഴ എത്തുന്നു അത്ര നേരത്തെ അവിടെയുള്ള ചൂട് കുറയുമെന്നുള്ളതാണ് അവിടെയുള്ളവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെത്തിയ കാലവർഷം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉഷ്ണതരംഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് വളരെ പെട്ടെന്ന് കാലവർഷം അവിടേക്ക് എത്തുമെന്നുള്ളത് ആശ്വാസകരമാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കാജനകം കൂടിയാണ്. പ്രത്യേകിച്ച് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 6%-ലധികം മഴ ലഭിക്കുമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള മുൻകരുതൽ കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് വേണമെന്നുള്ള സൂചനകൾ കൂടിയാണ് സാന്ത്വന സാജു നൽകിയത്. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ 1-നൊപ്പം.